Hello my viewers, welcome to Riya's Cotton Kitchen YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് താറാവ് മപ്പാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ കറിയാണ് താറാവ് മപ്പാസ്. തേങ്ങാപ്പാലിൽ ചേർത്തുണ്ടാക്കിയ മപ്പാസ് കറി ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്പെഷ്യൽ ഒക്കേഷൻസിൽ പ്രത്യേകമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ കറിയാണ് താറാവ് മപ്പാസ്. അതിനുവേണ്ടി താറാവ് ഇറച്ചി 2 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മഞ്ഞളും വിനാഗിരിയും ചേർത്ത് കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ, പച്ചമുളക് 7 എണ്ണം, സവോള 3 എണ്ണം ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്തത്, പിന്നെ കുറച്ച് മസാലകളും വേണം. ഗരം മസാല, ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട, കുരുമുളക്, തക്കോലം ഇവയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു തക്കാളി, 2 കറിവേപ്പില തണ്ട്, തേങ്ങാപ്പാൽ. ഒരു വലിയ കുക്കർ എടുത്ത് അതിലേക്ക് 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് പൊട്ടിക്കണം. പിന്നെ 3 ടേബിൾ സ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്തത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള 3 എണ്ണം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണിത്. സവോള എല്ലാം കൂടെ ആഡ് ചെയ്ത് അത് സെപ്പറേറ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കി എടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. വലിയ കുക്കർ തന്നെ വേണം. നമ്മൾ കൂടുതൽ സവോള ആഡ് ചെയ്യുന്നുണ്ട്. 2 കിലോയോളം ഇറച്ചിയുണ്ട്. സവോള നന്നായിട്ടൊന്ന് വാടി കുഴഞ്ഞു വരണം. ഈ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് നമ്മൾ നെടുവേ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത്, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത്, 6 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവിന് വേണ്ടി കൂടുതലായിട്ടും പച്ചമുളകും കുരുമുളകുമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. 6 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മസാലക്കൂട്ട് ചേർക്കാൻ. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഹോൾ മസാല എല്ലാം കൂടെ ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തതാണത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന താറാവ് ഇറച്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് മസാലകൾ മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് 3 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. വെള്ളമല്ല, തേങ്ങാപ്പാലിലാണ് ഞാൻ താറാവ് വേവിച്ചെടുത്തത്. ഇത് 2ാം പാലും 3ാം പാലും കൂടെയുള്ള മിക്സാണ്. അപ്പോൾ നല്ല തിക്കായിട്ട് വരും. തേങ്ങാപ്പാലിൽ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് എടുത്ത 2ാം പാലും 3ാം പാലിൻ്റെ മിക്സാണ്. ഇത് ബ്രോയിലർ താറാവായതുകൊണ്ട് എനിക്കൊരു 2-3 വിസിൽ കൊണ്ട് താറാവ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നാടൻ താറാവാണെങ്കിൽ ഒരു 5 വിസിലെങ്കിലും വേണം. ഇതുണ്ടോ, താറാവ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ നെയ്യെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ നെയ്യെല്ലാം കൂടെ എടുത്തിട്ട് ഒരു സവോള തീരെ കനം കുറഞ്ഞ് അരിഞ്ഞ ഒരു സവോള ആ നെയ്യിൽ നന്നായിട്ട് വഴറ്റി വറുത്തെടുത്തു. സവോള നന്നായിട്ട് ബ്രൗൺ കളറായി നന്നായിട്ട് വറുത്ത് കോരാൻ പറ്റി. എന്നിട്ടും അതിൻ്റെ ആ എണ്ണ മിച്ചമുണ്ട്. നല്ല നെയ്യല്ലേ, താറാവിനൊക്കെ നല്ല നെയ്യാണ്. കഴിവതും ആ നെയ്യിൽ തന്നെ ഇങ്ങനെ ഇതുപോലെ ഈ സവോളയൊക്കെ വറക്കാൻ നോക്കണം. അതിൻ്റെ സ്പെഷ്യൽ നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടും. ഞാൻ 2 തണ്ട് കറിവേപ്പിലയും വഴറ്റിയെടുത്തു. ഒരു സവോളയും കൂടെ ഞാൻ വഴറ്റിയെടുത്തിരുന്നു. അതിലേക്ക് സവോള നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടെ മല്ലിപ്പൊടിയും ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല മൂപ്പിച്ചെടുത്തു.
അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവിൻ്റെ നെയ്യും ആ ഗ്രേവിയും താറാവ് കഷ്ണങ്ങളും പീസസും എല്ലാം കൂടെ ആഡ് ചെയ്തു. കുറച്ചും കൂടെ തേങ്ങാപ്പാലുണ്ടായിരുന്നു, അതും ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് തക്കാളി ഒന്ന് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് തക്കാളി ഒരുപാട് വെന്തുടഞ്ഞു പോവരുത്. അവസാനമായിട്ട് നല്ല കട്ടിയുള്ള ഒന്നാം പാലും കൂടെ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. സവോള ടോട്ടൽ ഒരു 5 സവോള ആഡ് ചെയ്തിട്ടുണ്ട്. എത്ര സവോള ചേർക്കുന്നോ അതുപോലെ നല്ല തിക്ക് ഗ്രേവി കിട്ടും. 2-2.5 കിലോയോളം താറാവ് ഇറച്ചി ഉണ്ടായിരുന്നു, അതിന് 5 സവോളയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളകുമാണ് എടുത്തിരിക്കുന്നത്. നല്ല കുറുകിയ ചാറോട് കൂടിയ ഈ താറാവ് മപ്പാസ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ സ്പെഷ്യൽ ഒക്കേഷൻസ് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ് താറാവ് കൊണ്ടുള്ള മപ്പാസ്. എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. താങ്ക് യു.